നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെന്താണെന്ന് അറിയണം. അതിന് ശ്രേയയുടെ ഒരു ശ്രദ്ധ അവർക്ക് മേലുണ്ടാവണം. ഞാൻ ശ്രദ്ധിച്ചോളാം ആന്റി. മഹിയേട്ടനെയും ഗംഗയും പരസ്പരം അടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ നോക്കൂത്തിയാക്കി അവള് നേടിയെടുത്ത ജീവിതം അവൾക്ക് തന്നെ ബാധ്യതയാക്കി മാറ്റി ഞാൻ. അത് വേണം ശ്രേയെ. എല്ലാം മതിയാക്കി അവള് തന്നെ ഈ കൈലാസത്തിന്റെ പടി ഇറങ്ങണം. അതാണ് എന്റെ ലക്ഷ്യം. ആന്റിയുടെ ആ ലക്ഷ്യം നമ്മൾ നേടിയെടുക്കും ആന്റി. അതിനുള്ള വഴികള് നമുക്ക് മുന്നിലെ തെളിയും. ഞാൻ എന്തായാലും ഈ വിവരം അമ്മയൊന്ന് അറിയിക്കട്ടെ. ശരി. ഒരു മഹിയും ഒരു ഗംഗയും രണ്ടിനെയും കൊണ്ട് ഒരു മനസമാധാനം ഇല്ലാണ്ടായി. അമ്മയൊന്ന് സമാധാനത്തോടെ ഇരിക്കേ. എങ്ങനെ സമാധാനിക്കും? ഇപ്പൊ തന്നെ കണ്ടില്ലേ, മരണത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ട് അവള് റെസ്റ്റ് എടുക്കുമല്ല. ബാക്കിയുള്ളവരുടെ ജീവിതത്തിനകത്ത് കയറി അവരുടെ മനസമാധാനവും സന്തോഷവും നശിപ്പിക്കാനുള്ള മാർഗം നോക്കുക. എനിക്ക് മനസ്സിലാവാത്തത് അവക്ക് നിന്നോട് എന്താ ഇത്ര വൈരാഗ്യം? എനിക്കറിയില്ലമ്മേ. ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ല അവള് നിനക്കെതിരെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇന്നാള് നിന്റെ കൈ പിടിച്ച് തിളച്ച എണ്ണയിൽ മുക്കി. ഇപ്പൊ ഇതാ നിന്റെ കല്യാണം ആലോചിക്കുന്നതിന് മുമ്പേ തന്നെ അത് മുടക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കുന്നു. അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്. ഞാൻ മാത്രം എന്ന് പറഞ്ഞാ നമ്മൾ മാത്രം. നമ്മൾ മാത്രം തീരുമാനിച്ചിട്ട് എന്ത് നടക്കാൻ? ഒന്നും നടക്കാൻ പോകുന്നില്ല. പറയുമ്പോ ഈ കൈലാസത്തിലെ രാജ്ഞിയാണ് ഞാനെന്നൊക്കെ പറയാം. വെറുതെ ഒരു പൊങ്ങച്ചം, അത്രേ ഉള്ളൂ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലെയും അവസാന വാക്ക് മഹിയാണ്. ഞാനൊരു തീരുമാനം എടുത്താൽ പോലും അത് മഹി വേണ്ടാന്ന് പറഞ്ഞാ അത് വേണ്ടാന്ന് തന്നെയാണ് അർത്ഥം. അമ്മ പറഞ്ഞു വരുന്നത് ഞാൻ എന്റെ തലയെടുത്ത് ആ മഹിയുടെ കക്ഷത്തിന് കീഴെ കൊണ്ടുവയ്ക്കണമെന്നാണോ? അല്ല, നമ്മുടെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ ആരും ഉണ്ടാവരുത്. അത് നമ്മുടെ അവകാശമാണ്. അവിടെ വേണ്ടത് ഗംഗയുടെ നാശമല്ല, മഹിയുടെ നാശം. അതാണ് വേണ്ടത്. ഗംഗ ഒരു പീറ പെണ്ണ. അവള് കാലിന്റെ വല്ല ബന്ധുവായിരിക്കും. അതാ പഴുതുകളടച്ച് പല കെണികൾ വെച്ചിട്ടും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു വരുന്നത്. അവളെ വിട്ടേക്ക്. നമ്മുടെ ശ്രദ്ധ മഹിയുടെ നാശമായിരിക്കണം. അത് എടുത്തു ചാടി ചെയ്യേണ്ട കാര്യമല്ല. എടുത്തു ചാടിയാൽ ഓരോ കെണികളിൽ നിന്നും ഗംഗ രക്ഷപ്പെട്ടു വരുന്നത് പോലെ അവൻ രക്ഷപ്പെട്ടെന്ന് വരും. കെണിയിലകപ്പെടുത്തി ഈ സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിൽ വരണം. അന്ന് ഞാൻ നിന്നോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ പിന്നെ അതിനെപ്പറ്റി നമ്മൾ ഒരു കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്നുവെച്ച് ധൃതിയും പാടില്ല. അതെ, വളരെ പതിയെ വേണം എല്ലാം ചെയ്യാൻ. അതിന് സമയം വേണം. സമയമാകുമ്പോ ഞാൻ തന്നെ നിന്നോട് പറയാം. ഞാൻ അമ്മ പറയുന്നത് എന്തും ചെയ്യുമേ. ഒരിക്കൽ ഞാൻ അമ്മയെ തെറ്റിദ്ധരിച്ചതാ. സ്വന്തം മകനേക്കാൾ അമ്മയ്ക്ക് വളർത്തു മകനോടാണ് ഇഷ്ടമെന്ന്. ആ തെറ്റിദ്ധാരണ അമ്മ അന്ന് ഒരു നിമിഷം കൊണ്ടില്ലാതാക്കി. അതിനുശേഷം ഞാൻ അമ്മയെ ധിക്കരിച്ചിട്ടേ ഇല്ല. അമ്മയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കുന്നത്. അമ്മ പറയുന്നതിനപ്പുറം എനിക്കൊന്നുമില്ല. എനിക്കറിയാം മോനെ. ഇപ്പൊ തൽക്കാലം നമ്മൾ പത്തി താഴ്ത്തി തന്നെ നിൽക്കണം. രാത്രിയിൽ അവരെന്താ സംസാരിക്കുന്നറിയണം. എന്നിട്ടാവാൻ ബാക്കി. ശരി ശരി, നീ കിടന്നു റെസ്റ്റ് ചെയ്യേ. ശരി. നമ്മുടെ വിവാഹം നടന്നത് നല്ല രീതിയിലല്ല. നിന്റെയും എന്റെയും പരിപൂർണമായ സമ്മതം ആ സമയത്ത് വിവാഹത്തിനുണ്ടായിരുന്നു എന്ന് പറയാനാവില്ല. അത് ശരിയാ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച നിമിഷമായിട്ട് കൂടി ആ ശുഭമുഹൂർത്തത്തെ ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ആളും അമ്പാരിയും ഒന്നുമില്ലാതെ
ഭഗവാന്റെ മുന്നിൽ വെച്ച് എന്റെ മോളുടെ സാന്നിധ്യത്തിൽ വെച്ച് എനിക്ക് നിന്റെ കഴുത്തിൽ മാല ചാർത്തണം. എന്നിട്ട് വേണം നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ. ശരി മഹേട്ട. ഇതുവരെ നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും മാറി നല്ലൊരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാവാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ വേണം എനിക്ക്. അതെ, എങ്കിൽ നാളെ രാവിലെ നേരത്തെ തന്നെ റെഡി ആയിക്കോ, നമുക്ക് പോവാം. ശരി. ഇല്ല, ഇത് ഞാൻ അനുവദിക്കില്ല. കരയാതെ മോളെ, നീ ഇങ്ങനെ കരയുന്നത് അമ്മയ്ക്ക് സഹിക്കില്ല. ഞാൻ പിന്നെ എന്താ വേണ്ടത് അമ്മ? എല്ലാരും കൂടെ എന്നെ ചതിച്ചില്ലേ? മോളെ, നീ ഇത്ര വിഷമിക്കാൻ ഇവിടൊന്നും സംഭവിച്ചില്ലല്ലോ. അവരൊന്നിച്ച് ജീവിക്കാൻ പോവാണെന്ന് പറയുന്നത് ഞാൻ നേരില്ല കേട്ടത്. ഇനിയും എന്താ വേണ്ടത്? മോളെ, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ദേ, നിന്റെ ഈ കണ്ണീര് അമ്മയ്ക്ക് സഹിക്കുന്നില്ല. മഹേട്ടൻ എന്റെയാ, എനിക്ക് മാത്രം അവകാശപ്പെട്ടത്. എന്തെങ്കിലും ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് ഉണ്ടാവുമെന്ന പ്രതീക്ഷയില്ല ഞാൻ ഓരോ ദിവസവും കഴിയുന്നത്. അതില്ലാതായ പിന്നെ ഈ ശ്രേയ ഉണ്ടാവില്ല. എന്താ ശ്രേയ നീ പറയുന്നേ? നാത്തും കേൾക്കുന്നില്ലേ ഇതൊക്കെ? എന്റെ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. അവക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ എടുത്തു ചാടാതെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിനക്ക് ആഗ്രഹം തന്നത് ഞാൻ കൂടിയാ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നിന്നെ ഈ ആന്റി സങ്കടപ്പെടുത്തില്ല. അതേ നാത്തൂനെ, എന്റെ മോളുടെ മനസ്സിൽ മഹിയെക്കുറിച്ച് ഇത്ര ആഗ്രഹം തോന്നാൻ കാരണം നമ്മളാ. എന്നിട്ട് ഇവളെ ഇങ്ങനെ വേദനിക്കാൻ അനുവദിച്ചുകൂടാ. ആന്റി, നിങ്ങൾ എനിക്കൊപ്പം നിൽക്കണം. എന്റെ മഹിയേട്ടന് ഞാൻ ആ വേലക്കാരിക്ക് വിട്ടു കൊടുക്കില്ല. അവരുടെ എല്ലാ പ്ലാനിങ്ങും തകർക്കണം. നിനക്കൊപ്പം ഞങ്ങളുണ്ട്. അതേ മോളെ, കരഞ്ഞു തളരുകയല്ല വേണ്ടത്. ഈ തൊട്ടാവാടിയാകാനും തോൽവി സമ്മതിച്ച് പൊട്ടിക്കരയാനും അല്ല അമ്മ നിന്നെ പഠിപ്പിച്ചത്. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.